إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തഖ്വ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് അള്ളാഹുവിൻ്റെ പേരിൽ ഗൗരവമുള്ള ഭാഷയിൽ എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമളാനിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങളെല്ലാം അതിൻ്റെ ന്യൂനതകളെ പരിഹരിച്ചുകൊണ്ട് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റമളാനിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലേക്ക് ആഫിയത്തോടുകൂടെ എത്താൻ സാധിക്കുകയും രാവും പകലുമെല്ലാം അധ്വാനിക്കാൻ സാധിക്കുകയും ചെയ്യുക എന്നത് തീർച്ചയായും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, അവൻ്റെ തൗഫീഖാണ്. അതിനെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ഉപയോഗപ്പെടുത്തുന്നതിൽ ചെറിയവരും വലിയവരും ആണും പെണ്ണുമൊക്കെ ഉൾപ്പെടണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു റിവായത്ത് ഹസനാണ് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ട, സ്വീകാര്യതയുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു റിപ്പോർട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു എന്നാണ്, ഒരു മുജാഹിദിന്റെ ജിഹാദ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമാകുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അഅ്ലമു അജ്റ, മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന ജിഹാദ് ചെയ്യുന്ന വ്യക്തി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലില്ലാഹി ദിക്റ, ധാരാളമായി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജിഹാദ് ചെയ്യുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നെ ചോദിച്ചു, ഫഅയ്യു സ്വാഇമീന അക്സറുഹും അജ്റ, ഏറ്റവും ധാരാളം പ്രതിഫലം കിട്ടുന്ന, മഹത്തായ പ്രതിഫലം കിട്ടുന്ന നോമ്പുകാരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്, അക്സറുഹും ലില്ലാഹി ദിക്റ, ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുന്നവരാണ്. തുടർന്ന് ആ വ്യക്തി എല്ലാ കർമ്മങ്ങളെക്കുറിച്ചും ചോദിച്ചു. ഏറ്റവും നല്ല പ്രതിഫലം ലഭിക്കുന്ന നിസ്കാരക്കാരൻ ആരാണ്? ഏറ്റവും നല്ല പ്രതിഫലം ലഭിക്കുന്ന സക്കാത്ത് നിർവഹിക്കുന്നത് ആരാണ്? അങ്ങനെ ഓരോന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ എല്ലാത്തിനും അദ്ദേഹം മറുപടി പറഞ്ഞു, കുല്ലു ദാലിക യഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സറുഹും ലില്ലാഹി ദിക്റ. എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്നവരാണ്, സ്മരിക്കുന്നവരാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദഹബ ദാകിറൂന ബികുല്ലി ഖൈർ, എല്ലാ നന്മയും അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന ആളുകളാണ് കൊണ്ടുപോയത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ അജൽ, തീർച്ചയായും അങ്ങനെ തന്നെയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹദീസിന്റെ റിവായത്തിൽ ചിലരെങ്കിലുമൊക്കെ
അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹസനാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. തത്വത്തിൽ അത് തെറ്റല്ല എന്ന് പണ്ഡിതന്മാരെല്ലാവരും പഠിപ്പിക്കുന്നുമുണ്ട്. ഒരു ഏത് കർമ്മത്തെ സംബന്ധിച്ചിടത്തോളവും അള്ളാഹു സുബ്ഹാനഹു വ തആല ചേർത്തി പറയുന്ന കൂടുതൽ ഗുണം കിട്ടുകയും പ്രതിഫലം കിട്ടുകയും ചെയ്യുമെന്ന് പഠിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ്. അപ്പൊ നിസ്കരിക്കുന്നവരെ ചിലരെ അള്ളാഹു ആക്ഷേപിച്ചു പറഞ്ഞപ്പോൾ മുനാഫിക്കളുടെ നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു, അവർ നിസ്കാരത്തിൽ അള്ളാഹുവിനെ വളരെ കുറച്ചല്ലാതെ ഓർക്കുന്നില്ല. അവർ അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്നുണ്ട്. 4 റക്അത്തും 3 റക്അത്തുള്ള നിസ്കാരത്തിൽ സുജൂദിലും റുകൂഇലും ഒക്കെയായി വ്യത്യസ്തങ്ങളായ ദിക്റുകൾ അവർ ചൊല്ലുന്നു, പ്രാർത്ഥനകൾ അവർ നിർവഹിക്കുന്നു. അതിൽ മൊത്തത്തിൽ അവരെടുത്താൽ വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, വളരെ കുറച്ചു മാത്രമാണ് അവർ അള്ളാഹുവിനെ സ്മരിക്കുന്നത്. അതാണ് മുനാഫിക്കുകളുടെ സ്വഭാവം. മുഅ്മിനീങ്ങളുടെ സ്വഭാവം അവർ ചെയ്യുന്ന ഇബാദത്തുകളിൽ അവർ ധാരാളം അള്ളാഹുവിനെ ഓർക്കുമെന്നതാണ്. ആ ഓർമ്മയാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ഇഹവും പരവും രക്ഷപ്പെടുത്തുന്നത്, അവനെ വിജയത്തിലേക്ക് നയിക്കുന്നത് എന്നതിൽ തർക്കമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണിത്. വദാകിറൂനല്ലാഹ കസീറൻ വദാകിറാത്ത്. നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ ധാരാളമായി നിർവഹിക്കണമെന്ന് ഒരു കർമ്മത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോടുള്ള ഓർമ്മയെക്കുറിച്ച് മാത്രമാണ്. നിസ്കാരത്തെക്കുറിച്ചും നോമ്പിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ അത് ഇഹ്സാനോടുകൂടെ നിർവഹിക്കണമെന്ന് പഠിപ്പിക്കുമ്പോൾ അദ്ദാകിറൂനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്നവർ അവരാണും പെണ്ണുമായ ആളുകളാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. അത്തരം ആളുകളിൽ പെടുക എന്നതാണ് യഥാർത്ഥത്തിൽ ഈ റമദാനിലൂടെ നമ്മൾ അനുഷ്ഠിച്ചു പോകുന്ന കർമ്മങ്ങളിലും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം. ദിക്റുകൾ 2 വിധത്തിലുണ്ട്. തലഫ്ഫുളിയായി നമ്മൾ നടത്തുന്ന ദിക്റുമുണ്ട്, അതുപോലെ തന്നെ മാനവിയായി നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ദിക്റുമുണ്ട്. അള്ളാഹുവിനോടുള്ള ഓർമ്മ, സ്മരണ, ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച വിധേന സമയങ്ങളിൽ നിർവഹിക്കേണ്ട ദിക്റുകൾ എമ്പാടുമുണ്ട്. രാവിലെയുണ്ട്, വൈകുന്നേരമുണ്ട്, വീട്ടിലേക്ക് കയറുമ്പോഴുണ്ട്, ഇറങ്ങുമ്പോഴുണ്ട്, വാഹനത്തിൽ പ്രവേശിക്കുമ്പോഴുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോഴുണ്ട്, അവസാനിക്കുമ്പോഴുണ്ട്, മൂത്രപ്പുരയിൽ കയറുമ്പോഴുണ്ട്, ഇറങ്ങുമ്പോഴുണ്ട്. ഇങ്ങനെ ജീവിതത്തിനെ സ്പർശിക്കുന്ന പല മേഖലകളിലും വാചികമായി തന്നെ അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു തലം. രണ്ടാമതൊരു തലമുള്ളത് ഏത് ഇമാം നവവി റഹിമഹുല്ലാഹ് നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ ദിക്ർ എന്ന് പറഞ്ഞാൽ അത് നാവ് കൊണ്ട് ചൊല്ലുന്നതായ ദിക്റുകൾ മാത്രമല്ല, മറിച്ച് അതിന് മറ്റൊരു തലം കൂടെയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കർമ്മങ്ങളിലെല്ലാം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തിക്കൊണ്ട് നടത്തുന്ന കർമ്മങ്ങളാണ്. അതിനെയും ദിക്റുകളുടെ എണ്ണത്തിൽ കൂട്ടുമെന്നാണ്. ഇഅ്ലം അന്ന ഫളീലത ദിക്രി ഗൈറു മുൻഹസിറത്തിൻ ഫി തസ്ബീഹി വത്തഹ്ലീലി വത്തഹ്മീദി വത്തക്ബീർ. നമ്മൾ ചൊല്ലുന്ന തക്ബീറിലും തഹ്മീദിലും തസ്ബീഹിലും മാത്രമല്ല അള്ളാഹുവിന്റെ ദിക്റുകൾ, അതിൽ ഒതുങ്ങുന്നതല്ല. അതെല്ലാം ദിക്റുകളാണ്, അതിനൊക്കെ ഏറെ ശ്രേഷ്ഠതയുമുണ്ട്. എന്നാൽ ആ ശ്രേഷ്ഠത അവിടെ ഒതുങ്ങുന്നതല്ല. ബൽ കുല്ലു ആമിലിൻ ലില്ലാഹി തആല ബിത്വാഅത്തിൻ ഫഹുവ ദാകിറുൻ ലില്ലാഹി തആല. അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട്, ഓർത്തുകൊണ്ട്, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ദിക്റാണ് എന്ന് പൊതുവെ നമുക്ക് പറയാനും പറ്റും. സഹോദരങ്ങളെ, ഈ അർത്ഥത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മളൊന്ന് പുനർവിചിന്തനം നടത്തുമ്പോൾ, പ്രത്യേകിച്ചും റമദാനിലാകുമ്പോഴുള്ള നേട്ടം, ജീവിതത്തിന്റെ ഉണർവോടുകൂടെ നിൽക്കുന്ന നല്ലൊരു ശതമാനം സമയം നമ്മൾ ആരാധനയിലാണ്. അങ്ങനെ റമദാൻ അല്ലാത്തപ്പോൾ ഒരു സാധാരണ വിശ്വാസിക്ക് ഉണ്ടാകുന്നില്ല. നോക്കൂ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉറങ്ങുന്നത് വരെയുള്ള സമയത്തിൽ നമ്മൾ എനർജറ്റിക് ആയി നിൽക്കുന്ന, നമ്മൾ ഉണർന്നിരിക്കുന്ന ആ സമയത്തെടുത്താൽ പകലാണല്ലോ അതിൽ ഭൂരിഭാഗവും ഉള്ളത്. ആ പകലിന്റെ നല്ലൊരു സമയം ഫജ്ർ മുതൽ മഗ്രിബ് വരെ നമ്മൾ മുഴുവൻ സമയവും ആരാധനയിൽ കഴിച്ചുകൂട്ടുന്ന ഘട്ടമാണ്. ഈ ഘട്ടത്തെ അള്ളാഹുവിന്റെ സ്മരണയ്ക്ക് വേണ്ടി നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ, അതിന്റെ മെച്ചം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. എന്താണ് മെച്ചം? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് ഹൃദയങ്ങളെ സംവിധാനിച്ച അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഓർമ്മയിൽ മാത്രമാണ് മനുഷ്യന്റെ മനസ്സുകൾക്ക് സമാധാനം കിട്ടുക. മറ്റേതിനും സമാധാനം ഗ്യാരണ്ടി നൽകുക സാധ്യമല്ല. പണത്തിനും വിഭവങ്ങൾക്കും ഭാര്യക്കും അതുപോലെ തന്നെ വണ്ടിക്കും നമ്മൾ ആഗ്രഹിച്ച് നേടുന്ന, നമ്മൾ ഉറക്കമൊഴിച്ച് കരസ്ഥമാക്കാൻ ശ്രമിക്കുന്ന ഒന്നിനും സമാധാനം ഗ്യാരണ്ടി നൽകാൻ കഴിയില്ല. എന്നാൽ മനസ്സിനെ സംവിധാനിച്ച് അതിന്റെ പ്രവർത്തനങ്ങളെ പ്രോഗ്രാം ചെയ്തിട്ടുള്ള അള്ളാഹു നമ്മളോട് പറയുന്നു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിന്റെ സ്മരണയോടൊപ്പമാണ് മനുഷ്യന്റെ മനസ്സുകൾ, ഹൃദയങ്ങൾ സമാധാനം അടയുക. സഹോദരങ്ങൾ, ഈ റമദാനിൽ ഒരു 10 പൂർത്തിയാകുകയാണല്ലോ. ആദ്യത്തെ 10 പൂർത്തിയാകുകയാണ്. 3/10 അഥവാ 1/3 നമ്മൾ ഇന്ന് വിട പറഞ്ഞു പോവുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ 10 ദിവസത്തിൽ ഭൂരിഭാഗം സമയത്തിലും ഉണർന്നിരുന്ന ഭൂരിഭാഗം നല്ല സിംഹഭാഗ സമയത്തും നമ്മൾ ആരാധനയിലാണ്. ആ ആരാധന നമ്മുടെ ഹൃദയങ്ങളിൽ സ്പർശിച്ചിട്ടുണ്ടോ? ആ ആരാധന നമ്മൾ ഹൃദയങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ?
അള്ളാഹുവിനുള്ള അടുപ്പം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന വിചാരം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നത് നമ്മളിവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അത് ബോധപൂർവം ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മുനാഫിക്കുകൾ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടും, അവർ റുകൂഇൽ പോകും, അവർ സുജൂദിൽ പോകും, അവർ വാചികമായി പലതും ഉരുവിടും, വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, അവർ വളരെ കുറച്ചല്ലാതെ അള്ളാഹുവിനെ സ്മരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിസ്കാരം കൊണ്ട് കിട്ടേണ്ടതായ ദുന്യവിയായ ഒരു ഗുണവും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുഭവിക്കുക സാധ്യമല്ല. എന്താ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്? നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ വൃത്തികേടുകളിൽ നിന്നും മാറി നിൽക്കാൻ ആ നിസ്കാരം അവനെ പര്യാപ്തമാക്കുമെന്നാണ്. ഒരു ളുഹർ നിസ്കാരം വേണ്ട പോലെ നിസ്കരിച്ചവൻ പിന്നീട് അവൻ ഹറാമ് കാണാൻ മടിക്കും, പിന്നീട് അവന് ഹറാമ് പറയാൻ മടിക്കും, അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ രഹസ്യവും പരസ്യവുമായി കൊണ്ടു നടക്കാൻ അവന് മടിയുണ്ടാകും, അവന് ലജ്ജ തോന്നും. ആ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നിസ്കാരം അവനെ പ്രേരിപ്പിക്കും. നമ്മുടെ നിസ്കാരങ്ങൾ തിന്മകളെ തൊട്ട് മാറി നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നില്ലെങ്കിൽ, ക്ഷമയോടുകൂടെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നില്ലെങ്കിൽ, അതിനു വേണ്ട കരുത്ത് നമുക്ക് നൽകുന്നില്ലെങ്കിൽ, മുനാഫിക്കുകളുടെ നിസ്കാരമാണോ നമ്മുടെ നിസ്കാരം എന്നതിനെ കുറിച്ച് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അതുപോലെ തന്നെയാണ് നോമ്പും. നോക്കൂ, നോമ്പ് കൊണ്ട് കിട്ടുന്ന ദുന്യവിയായ അഥവാ ആത്മീയമായി ഇവിടെ നിന്ന് തന്നെ അനുഭവിക്കുന്ന ഉപകാരങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. ഒരാൾ വിവാഹം കഴിക്കേണ്ട പ്രായമെത്തി, വൈവാഹിക ജീവിതത്തിലൂടെ ആസ്വദിക്കേണ്ടതായ കാര്യങ്ങൾക്കെല്ലാം അവന്റെ ശരീരം ദാഹിക്കുന്നുണ്ട്, പക്ഷെ വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല. അവനോട് നോമ്പ് നോക്കാൻ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം അത് പരിചയാണ്. അരുതായ്മകളിലേക്ക് പോകാതിരിക്കാൻ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ, റബ്ബ് കെട്ടിയ വേലിക്കെട്ടുകൾക്കുള്ളിൽ തൃപ്തിയുള്ള മനോഭാവത്തോടുകൂടെ നിൽക്കാൻ നോമ്പ് അവനെ പരിശീലിപ്പിക്കുമെന്നാണ്. അത് നോമ്പിലൂടെ ഒരു വിശ്വാസിക്ക് ദുനിയാവിൽ നിന്ന് തന്നെ കിട്ടേണ്ട ആത്മീയമായ ഉണർവാണ്. കഴിഞ്ഞൊരു 10 ദിവസത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ ആ അർത്ഥത്തിൽ ഒരു ശുദ്ധീകരണ പ്രക്രിയ സ്വയമേ തന്നെ നമ്മൾ നേടിയെടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ സ്മരണ വിട്ടുകളഞ്ഞിട്ടുള്ള നോമ്പാണോ നോക്കുന്നത് എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. സഹോദരങ്ങളെ, വാചികമായി തന്നെ നിർവഹിക്കേണ്ട ദിക്റുകൾ എത്ര വിധേനയാണ്, എത്ര വിധത്തിലാണ് അതിന്റെ പ്രതിഫലത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. 2 കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ വ സഖീലത്താനി ഫിൽ മീസാൻ വ ഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഇത് പഠിക്കാത്തവർ, ഇത് ഉച്ചരിക്കാൻ കഴിയാത്തവർ, ഇതിന്റെ അർത്ഥമറിയാത്തവർ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആരും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞൊരു 10 ദിവസത്തെ എടുത്തു നോക്കിയാൽ നോമ്പുകാരായിരിക്കുന്ന പകലിൽ ഒരു ചെലവുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഈ കാര്യത്തെ നമ്മൾ എത്ര കണ്ട് സൂക്ഷ്മതയോടുകൂടെ നോക്കി എന്നതാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ദിക്റൊക്കെ ചൊല്ലണമെങ്കിൽ നിസ്കാരം കഴിഞ്ഞൊരു 10 മിനിറ്റ് ഇരിക്കണം, അല്ല രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകളുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു വിശ്വാസി അള്ളാഹുവിനോട് ചോദിക്കുന്നത്? അലസതയിൽ നിന്ന്, മടിയിൽ നിന്ന്, വാർദ്ധക്യത്തെ തൊട്ട് ഞാൻ അനുഭവിച്ചേക്കാവുന്ന പ്രയാസങ്ങൾ, ഞാനും എന്റെ കുടുംബവും ഒക്കെ അനുഭവിക്കാവുന്ന പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിനേന രാവിലെ അള്ളാഹുവിനോട് ചോദിച്ചിരുന്നു. അതിൽ നിന്നൊക്കെ രക്ഷയെ ചോദിച്ചിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസൽ വസൂഇൽ കിബർ, മടി, അലസത എന്നിൽ നിന്ന് ഒഴിവാക്കി തരാൻ അള്ളാഹുവിനോട് പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നു എല്ലാ ദിവസവും രാവിലെ. വാർദ്ധക്യത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് ഇപ്പോൾ തന്നെ ആലോചിക്കുമ്പോൾ നമുക്കൊക്കെ പ്രയാസമുണ്ട്. അത് വരാതിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കുമായിരുന്നു. ഇങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആ പ്രാർത്ഥന നൽകുന്നത് വല്ലാത്ത കരുത്താണ്. അത് നിർവഹിക്കേണ്ട ഒരു സമയത്ത് അതിനുവേണ്ടി ഒഴിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പള്ളിയിൽ 1/4 മണിക്കൂർ ഇരുന്നാൽ മാത്രമല്ലേ അത് നിർവഹിക്കാൻ കഴിയൂ എന്നാണ്. അല്ല, ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്ത് അള്ളാഹു നമ്മളോട് നടത്തുന്ന ആഹ്വാനം, വിശ്വാസികളുടെ സ്വഭാവമായി പഠിപ്പിക്കുന്ന കാര്യം, الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. വിശ്വാസികൾ എങ്ങനെയാണ് അള്ളാഹുവിനെ സ്മരിക്കുക? അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ, അവർ നിന്നുകൊണ്ട് അള്ളാഹിനെ സ്മരിക്കും, വഖുഊദൻ, ഇരുന്നുകൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കും, വഅലാ ജുനൂബിഹിം, അവർ കിടന്നുകൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കും. അതിന് അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു സാഹചര്യവും അള്ളാഹുവിന്റെ ഓർമ്മ നിലനിർത്തുന്നിടത്ത് നമുക്കൊരു തടസ്സമല്ല എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. എത്ര സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. നമ്മൾ യാത്രയിലാണോ, നിങ്ങളുടെ തക്ബീറുകൾ, തഹ്ലീലുകൾ, തസ്ബീഹുകൾ, തഹ്മീദുകൾ വർദ്ധിപ്പിച്ചോളൂ. ഒന്നും നഷ്ടമാവില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ ഓർമ്മ മനസ്സിൽ സൂക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന നേട്ടത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹു നമ്മളെ അറിയിക്കുന്നുണ്ട്, അന ഇൻദല്ലാഹി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ കരുതുന്നത് അവിടെയാണ് ഞാൻ ഉണ്ടാവുക. അള്ളാഹിനെ കുറിച്ച് നമ്മൾ എന്താണോ വിചാരിക്കുന്നത് ആ വിചാരമാണ് അള്ളാഹു നമ്മളിൽ അവന്റെ പ്രവർത്തനങ്ങളായി പ്രതിഫലിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ആ കാരുണ്യത്തെ നെഞ്ചിൽ തൊട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും.
അള്ളാഹുവിന്റെ കോപത്തെയാണോ നിങ്ങൾ പേടിക്കുന്നത്? അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള അവന്റെ വിശേഷണങ്ങളെ കുറിച്ചുള്ള മറവിയും അശ്രദ്ധയുമാണോ നിങ്ങളുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ധാരണ? എല്ലാം കാണുകയും എല്ലാം അറിയുകയും ചെയ്യും എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും അത് നമ്മൾ അടിസ്ഥാന വിശ്വാസമായി തന്നെ ഉൾക്കൊള്ളുമ്പോഴും അത് ജീവിതത്തിൽ പ്രാവർത്തിക പദത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാനുള്ള തടസ്സം യാഥാർത്ഥ്യബോധത്തിന്റെ കുറവാണ്. ആ യാഥാർത്ഥ്യബോധമാണോ അള്ളാഹുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ? അവിടെയായിരിക്കും റബ്ബ് ഉണ്ടാവുക. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവൻ എന്നെ കുറിച്ച് സ്മരിക്കുമ്പോൾ ഞാൻ അവന്റെ കൂടെ ഉണ്ടാകും. വിശ്വാസികളെ, തഹ്മീദുകളും തക്ബീറുകളും തസ്ബീഹുകളും ഒക്കെയായി നമ്മുടെ നാവുകൾ ചലിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകുമ്പോൾ ലോകത്തിന്റെ സൃഷ്ടാവ് പറയാണ്, അവരെന്നെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ അവരുടെ കൂടെ ഉണ്ടാകും. നമ്മുടെ കൂടെ റബ്ബ് ഉണ്ടാകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യമാണ്. നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു നമ്മളെ സ്മരിക്കും, റബ്ബ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. എപ്പോ? അവനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ നിതാന്തമായി കൊണ്ടു നടക്കുമ്പോൾ. അത് വിട്ടുകളയാതിരിക്കാൻ സഹോദരങ്ങളെ, ഈ റമദാൻ പ്രത്യേകിച്ചും പകൽ മുഴുവൻ നമ്മുടെ ഇബാദത്തിലാണ്. ആ ഇബാദത്തിന്റെ ശ്രദ്ധയോടുകൂടെയുള്ള ഗുണം നമുക്ക് കിട്ടണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വിട്ടുകളയാതിരിക്കണം. മാനവിയായി ഉണ്ട് അതിനെ അർത്ഥത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നോക്കുമ്പോൾ എന്തൊക്കെ ആരിൽ നിന്നൊക്കെ മറച്ചു വെക്കാൻ പറ്റിയാലും, ഞാൻ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണവും വെള്ളവും ഒക്കെ കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ എന്റെ വിശപ്പും ദാഹവും ഒക്കെ അടക്കി നിർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫമൻ ഷഹിദ മിൻകുമു ശഹ്റ ഫല്യസും എന്ന ഇത്തിരിയോളം പോന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തിന്റെ കൽപ്പനയുടെ ഭാഗമാണ്. ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ വെള്ളവും ഭക്ഷണവും വേണ്ട എന്ന് കരുതി നമ്മൾ ആ സഹിക്കുന്നത്, അല്ലെ? ഫമൻ ഷഹിദ മിൻകുമു ശഹ്റ ഫല്യസും. ആ മാസങ്ങളിലേക്ക് പ്രവേശിച്ച എന്റെ അടിമകൾ നോമ്പനുഷ്ഠിക്കട്ടെ എന്ന അള്ളാഹുവിന്റെ കൽപ്പനയാണ് നമ്മൾ ഈ പ്രയാസങ്ങളൊക്കെ നേരിടുന്ന, അത് അനുഭവിക്കുന്നതിന്റെ, അതിൽ സാക്രിഫൈസ് ചെയ്യുന്നതിന്റെ കാരണം. എന്നാൽ അതേ റബ്ബ് നമ്മളോട് നടത്തുന്ന പല വിധത്തിലുമുള്ള കൽപ്പനകളെ അത് ഉൾക്കൊള്ളാൻ എപ്പോഴാണ് പറ്റുക? അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ മനസ്സിൽ സൂക്ഷിക്കുമ്പോഴാണ്. ആ മനസ്സിൽ സൂക്ഷിക്കുന്നതോടൊപ്പം നാവ് കൂടെ ചലിച്ച് ദിക്റുകൾ ചൊല്ലേണ്ട സമയങ്ങളിൽ ദിക്റുകൾ ചൊല്ലുമ്പോഴാണ്. സഹോദരങ്ങളെ, ഈ റമദാൻ കഴിയുമ്പോഴേക്കെങ്കിലും രാവിലെയും വൈകുന്നേരവും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ മുഴുനീളം അവന് സുരക്ഷയായി നൽകുന്ന ദിക്റുകൾ പ്രാവർത്തികമാക്കാൻ നമുക്ക് പറ്റണം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ പ്രാർത്ഥനയുണ്ട്. ഇസ്തിഗ്ഫാറുകളുടെ നേതാവ് എന്ന് പരിചയപ്പെടുത്തിയ പ്രാർത്ഥനയുണ്ട്. നമുക്ക് ആ പ്രാർത്ഥനയെ കുറിച്ച് എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? രാവിലെ ഒരു വ്യക്തി ആ പ്രാർത്ഥന ചൊല്ലി വൈകുന്നേരമാകുന്നതിന്റെ മുമ്പേ അവന്റെ മരണം വന്നെത്തിയാൽ അവന് സ്വർഗം ഉറപ്പാണ്. വൈകുന്നേരം അവൻ ആ പ്രാർത്ഥന ചൊല്ലി പിറ്റേന്ന് നേരം വെളുക്കുന്നതിന്റെ മുമ്പേ അവന്റെ മരണം സംഭവിച്ചാൽ അവന് സ്വർഗം ഉറപ്പാണ്. എത്ര സമയമാണ് നമ്മൾ ചെലവഴിക്കേണ്ടത്? നമ്മുടെ ആയുസ്സിൽ നിന്ന് സയ്യിദുൽ ഇസ്തിഗ്ഫാർ മനഃപ്പാടമാക്കി അത് ചൊല്ലാൻ 3 മിനിറ്റ് തികച്ചു വേണ്ട. ഞാൻ പറയുന്നത് ഏറ്റവും കൂടിയ സമയത്തെക്കുറിച്ചാണ്. കുറഞ്ഞ സമയമാണെങ്കിൽ അത്ര പോലും ആവശ്യമില്ല. സ്ഥിരമായി ചൊല്ലുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പള്ളിയിൽ ഇരിക്കണമെന്ന് നിർബന്ധമല്ല, ഇരുന്നാൽ അത്രയും ഖൈറാണ്. എവിടെയെങ്കിലും ഇരിക്കണമെന്നോ എവിടെയെങ്കിലും സമയം ചെലവഴിക്കണമെന്നോ വുളൂ ചെയ്യണമെന്നോ നിർബന്ധമില്ല. അങ്ങനെ നമുക്ക് ചെലവഴിക്കാൻ പറ്റുമോ? അതിന് ഈമാനികമായ ഉശിരും ഉണർവും ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. എന്നാൽ അത് തന്നെ വേണം എന്ന് നിർബന്ധവുമില്ല. ഇത് പ്രാർത്ഥിക്കാൻ പ്രാവർത്തികമാക്കാൻ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആർക്കാണ് സഹോദരങ്ങളെ പറ്റാത്തത്, വയ്യാത്തത്, ശാരീരികമായ പ്രശ്നമുള്ളത്, അതിന് സമയമില്ലാത്തത്? അതിന് സമയമില്ല എന്ന് പറയുന്നവർ എന്റെ പരലോകത്തെ, എന്റെ സ്വർഗത്തെയാണ് റദ്ദ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. എത്ര സമയ ഇത് ചൊല്ലാൻ വേണ്ടത്? 3 തവണ പ്രാർത്ഥിക്കുന്നവർക്ക് ലോകത്തിന്റെ സൃഷ്ടാവ് സുരക്ഷിതത്വം ഈ ലോകത്ത് നൽകുമെന്ന് പഠിപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ജീവിതത്തെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന കാര്യം രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകളിലുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ, പഠിച്ചെടുക്കാൻ ഈ റമദാനിൽ നമ്മൾ പരിശ്രമിച്ചാൽ നടക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഈ റമദാൻ കഴിയുമ്പോൾ ജീവിതത്തിന്റെ ശീലമായി രാവിലെയും വൈകുന്നേരത്തെയും ദിക്റിനെ കൊണ്ടുവരാൻ നമുക്ക് പറ്റും. അത് മാത്രമല്ല, പല സമയങ്ങളിലെ ദിക്റുകളെ പതുക്കെയായി ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പറ്റണം. ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയോടെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടെ പ്രത്യേകിച്ച് റമദാനിൽ നമ്മൾ എടുക്കേണ്ട 2 ദിക്റുകളുണ്ട്. ഒന്ന്, ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളൽ ഏതാണ് എന്ന ചോദ്യത്തിന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഒരു കാര്യം, അത് അള്ളാഹുവിനോടുള്ള പരിശുദ്ധ ഖുർആന്റെ പാരായണമാണ് എന്നാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റുകളിൽ ഒന്ന് അത് ഖുർആനിന്റെ പാരായണമാണ്. സഹോദരങ്ങളെ, ഈ റമദാനിലെങ്കിലും ആ മുസ്ഹഫ് തുറന്ന് അള്ളാഹുവിന്റെ കലാമുകൾ പാരായണം ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിട്ടു വെച്ചിട്ടുണ്ട് എന്നതിലൊരു തർക്കവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അലാ വ ഇന്ന ഫിൽ ജസദി ലമുൽഗ. ശരീരത്തിൽ
ഒരു ഇറച്ചി കഷ്ണമുണ്ട്, ഒരു അവയവമുണ്ട്. ആ അവയവം നന്നായാൽ മറ്റെല്ലാം നന്നാകും. ആ അവയവം കേടുവന്നു പോയാൽ പിന്നെ ആ കേടായ അവയവം അവന്റെ ജീവിതത്തിൽ എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ദാമ്പത്യത്തിൽ പ്രശ്നം ഉണ്ടാവും, റിസ്കിൽ പ്രശ്നം ഉണ്ടാവും, അയൽപ്പക്കത്ത് പ്രശ്നം ഉണ്ടാവും, സമയത്തിൽ ബർക്കത്തില്ലായ്മ ഉണ്ടാകും. എന്താ നന്നാകേണ്ടത്? ഹൃദയം നന്നാകേണ്ടത്. ആ ഹൃദയത്തെ നമ്മൾ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണ്. ഈ റമദാനിൽ പോലും ഒരു ജുസ് പാരായണം ചെയ്യാൻ ഖുർആനിന്റെ ലെവലേഷൻ ചില ഭാഗങ്ങളെങ്കിലും അള്ളാഹു എന്നോട് സംസാരിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം 3-4 മണിക്കൂറുകൾ മൊബൈൽ ഫോണിൽ ചെലവഴിക്കുന്നവരെ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഖുർആൻ നമ്മളോട് പറയുന്ന കാര്യത്തെ എത്ര ശക്തമായാണ് നമ്മൾ എടുക്കേണ്ടത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം, അല്ലെ? അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അമാലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അതല്ല, അവരുടെ ഹൃദയം ആലോചിച്ച് പ്രവർത്തിക്കേണ്ട അവരുടെ അവയത്തെ അവർ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ എന്ന അള്ളാഹുവിന്റെ ചോദ്യം നെഞ്ചിൽ തറക്കണം വിശ്വാസികളെ. ഈ റമദാനിലെങ്കിലും അതിന് നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളോട് സ്വാഹിബുൽ ഖുർആനോട് പറയപ്പെടുന്ന കാര്യമായി ഹദീസുകൾ നമുക്ക് കാണാം. എന്താ കാര്യം? അവരോട് പറയുമെന്നാണ്, ഇഖ്റ വർത്തക്കി വറത്തിൽ, ഓതു, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഹയാത്തിൽ നിങ്ങൾ ഓതി വെച്ച ഖുർആനിന്റെ ആയത്തുകൾ നിങ്ങൾ പാരായണം ചെയ്യൂ എന്ന് അവരോട് പറയപ്പെടും. എന്നിട്ട് ഏറ്റവും അവസാനം ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹ, നിങ്ങൾ ദുനിയാവിൽ വെച്ച് ഓതിയ ആയത്തിന്റെ അവസാനമാണ് നിങ്ങൾ ഉയർന്നു പോകുന്ന ഈ സ്വർഗത്തിലെ നിങ്ങളുടെ ദറജയുടെ അറ്റമെന്ന് അവരോട് പറയപ്പെടുന്ന. സഹോദരങ്ങളെ, നമ്മളോട് അങ്ങനെ പറയപ്പെട്ടാൽ എവിടെ അത് നിൽക്കുക? റമദാൻ 9 ആയി എന്ന് പറഞ്ഞാൽ ഒരു 10 പൂർത്തിയാകാണ്. ഈ ഒരു 10 പൂർത്തിയാകുന്നതിൽ ഖുർആനിനോട് വേണ്ടത്ര രൂപത്തിൽ ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മനോഹരമായ ദിക്റ്, ഈമാൻ നിലനിർത്താൻ പറ്റുന്ന ദിക്റ്, നമ്മൾ ഓർമ്മപ്പെടുത്താൻ പറ്റുന്ന ദിക്റ്, അത് അള്ളാഹുവിന്റെ കലാമാണ്. ആ കലാമിന്റെ മുന്നിൽ നമ്മുടെ ഹൃദയം തുറന്നു വെക്കുന്നില്ല എങ്കിൽ, ആ കലാമുകൾക്ക് മുന്നിൽ നമ്മുടെ മനസ്സ് തുറന്നു വെക്കാൻ ഇപ്പോഴും നമുക്ക് സമയമായിട്ടില്ല എങ്കിൽ നമ്മൾ വലിയ അപകടത്തിലാണ് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഒരു ജുസ് എങ്കിലും ഒരു ദിവസം പാരായണം ചെയ്യാത്ത എത്ര തിരക്കാണെങ്കിലും അതിന് നമ്മൾ സമയം കണ്ടെത്തിയേ തീരൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതൊരു പ്രധാനപ്പെട്ട ദിക്ർ, അത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, തൂബ ലിമൻ വജദ ഫീ സ്വഹീഫത്തിഹി ഇസ്തിഗ്ഫാറൻ കസീറ, ആരുടെയെങ്കിലും കർമ്മങ്ങളുടെ രേഖയിൽ ധാരാളം ഇസ്തിഗ്ഫാറുകൾ കണ്ടാൽ അവന് മംഗളം എന്നാണ്. ഈ റമദാൻ എന്ന പ്രയോഗം തന്നെയും വന്നതിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നിടത്ത് കാണാം, കരിച്ചു കളയുന്നതാണ്. അവർ ചൂടുകാലത്താണ് റമദാൻ എന്ന പേരിടുന്നത്. അപ്പൊ കരിച്ചു കളയുന്നത് എന്നാണ് പേര്. അതോടൊപ്പം റമദാൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ കളങ്കങ്ങളെ അത് കരിച്ചു കളയുകൂടെ ചെയ്യുന്നതാണ്. സഹോദരങ്ങളെ, റമദാന്റെ 10 ദിവസം കഴിഞ്ഞു. ഈ 10 ദിവസം കഴിഞ്ഞതിൽ കഴിഞ്ഞ ജീവിതത്തിൽ വന്നുപോയ തെറ്റ് സംഭവിക്കാത്തവരാണ് ഞാനെന്ന് പറയാൻ ആർക്കും അധികാരമില്ല. അത് സംഭവിക്കില്ല. മനുഷ്യരാണെങ്കിൽ സ്വാഭാവികമായിട്ട് തെറ്റ് സംഭവിക്കും. ആ സംഭവിച്ച തെറ്റുകൾക്ക് അനുസൃതമായെങ്കിലും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കാൻ കഴിഞ്ഞ 10-9 ദിവസത്തെ ഉപയോഗപ്പെടുത്തി നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, പ്രവാചകൻ തന്നെ, സ്വഹാബികൾ പറയാണ്, ഒരു ഇരുത്തെഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോഴേക്കും തന്നെ എത്ര ഇസ്തിഗ്ഫാറുകളാണ് പ്രവാചകൻ ചൊല്ലുന്നത്. നോക്കൂ, നമ്മൾ നമ്മുടെ കാഴ്ച കൊണ്ട്, നമ്മുടെ ഇടപെടലുകൾ കൊണ്ട് തിന്മകളോട് ഇടപഴകാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. അങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാടുകൾ. ആ ചുറ്റുപാടുകൾക്കിടയിൽ പലവിധത്തിലുള്ള സാഹചര്യങ്ങളിൽ പെട്ട് തിന്മകൾ സംഭവിക്കാത്ത വിശ്വാസികളില്ല, ഉണ്ടാകില്ല. മനുഷ്യരുടെ പ്രകൃതം അനുസരിച്ച് അത് സംഭവിക്കും. പക്ഷേ വിശ്വാസികളുടെ പ്രത്യേകത, അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ അപാകതകൾ വന്നുപോയാൽ അള്ളാഹുവിനോട് പാപമോചനത്തെ ചോദിക്കും. സഹോദരങ്ങളെ, നമ്മളെ ഈമാൻ ശരിയാണോ എന്നത് പരിശോധിക്കേണ്ട ഘട്ടം കൂടെയാണിത്. റമദാൻ ഇത്ര ദിവസം കഴിഞ്ഞ് നമ്മളൊന്ന് കൈ ഉയർത്തി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചിട്ടില്ല എങ്കിൽ, റബ്ബെ കഴിഞ്ഞ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ കുറിച്ച് എനിക്ക് പുറത്തു തരണേ എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഫമൻ അദ്റക റമദാൻ ഫലം യുഗ്ഫർ ല, റമദാൻ കിട്ടി, ഇത്ര വലിയ അവസരം കിട്ടി, ആ അവസരത്തെയും ഉപയോഗപ്പെടുത്താതെ പോയവൻ എത്ര നഷ്ടക്കാരനാണ്. ഇന്നലെ വരെ രാത്രികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനേകായിരം അവന്റെ അടിമകൾക്ക് നരകമോചനം കൊടുത്തിട്ടുണ്ട്. അത് വെറുതെ കിട്ടില്ലല്ലോ. ചോദിക്കണം റബ്ബിനോട്, നരകമോചനത്തെ ചോദിക്കണം, സ്വർഗപ്രവേശനത്തെ ചോദിക്കണം. സ്വർഗപ്രവേശനത്തിന് തടസ്സമാകുന്ന വിധത്തിൽ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ കഴുകിക്കളയാൻ, പുറത്തു തരാൻ അള്ളാഹുവിനോട് ചോദിക്കണം. ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ നിർവഹിക്കേണ്ടത് അത് അസ്തഗ്ഫിറുല്ലാഹും അതുപോലെ തന്നെ തൗബയുമാണ് എന്നതിൽ തർക്കമില്ല. അതും അധികരിപ്പിക്കാൻ ഈ റമദാന്റെ നല്ല ദിവസങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് റമദാനെ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ. യാ അയ്യുഹന്നാസ് ഊസികും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ,
അള്ളാഹുവിന്റെ സ്മരണ, ദിക്ർ, അത് വാചികമായി ചൊല്ലേണ്ടതിലും ഒപ്പം തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഓർമ്മയെയും ഈ റമളാനിന്റെ നോമ്പുകാരായിരിക്കുന്ന പകലിനെ കൂടുതൽ എക്സസൈസ് ചെയ്ത് മനസ്സിനെ ആ നിലക്ക് പരിശീലിപ്പിച്ചു കൊണ്ടുവരാൻ കൂടെ പരിശ്രമിക്കണമെന്നതാണ് ഓർമ്മപ്പെടുത്തിയത്. 2 വികാരങ്ങളാണ് ഒരു വിശ്വാസിക്ക് നന്മകളുടെ വിഷയത്തിൽ ഉണ്ടാകേണ്ടത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു വിശ്വാസി അവൻ മരണപ്പെടുന്ന സമയത്ത് അവന്റെ വികാരം എന്ത് എന്നതിനനുസരിച്ച് അവന്റെ സ്വർഗപ്രവേശനത്തിന്റെ സാധ്യതയെ മനസ്സിലാക്കാൻ പറ്റും. രണ്ട് വികാരങ്ങൾ ചേർന്നാണ് വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. ഒന്ന് റജാ ആണ്, മറ്റൊന്ന് ഖൗഫാണ്. ഇത് രണ്ടും ചേർന്ന രൂപത്തിലാണ് ഉണ്ടാകേണ്ടത്. റജാ എന്താണ്? പ്രതീക്ഷ. കഴിഞ്ഞ 10 ദിവസങ്ങളെ പരിശോധിക്കുമ്പോൾ രാത്രി നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. അതിനുശേഷം അള്ളാഹുവിനോട് കുറച്ചധികം പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തിയിട്ടുണ്ട്. സമ്പത്തിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ സാധാരണത്തെക്കാൾ അപ്പുറം ധാരണം ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഖുർആൻ അതിനോട് നീതി പുലർത്തിക്കൊണ്ട് പാരായണം ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബ് ഇതൊക്കെ സ്വീകരിക്കും, എനിക്ക് അതിനൊക്കെ ഒരു ഖൈർ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയാണ്. ഖൗഫ് എന്താണ്? വേണ്ട രൂപത്തിലായിട്ടുണ്ടോ എന്നതോടൊപ്പം ഇതൊക്കെ റബ്ബ് സ്വീകരിക്കുമോ എന്നൊരു ഭയം കൂടെയാണ്. ഈ 2 വികാരം കൂടെ ചേരുമ്പോഴാണ് ഒരു വിശ്വാസി അവന്റെ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 2 ഒന്ന് മാത്രം ഉണ്ടായാൽ അതുകൊണ്ട് കാര്യമില്ല. ചില ആളുകൾ പറയുന്നത് റമളാനാണ്, എത്ര പെട്ടെന്നാണ് പോണതില്ലേ, എത്ര പുണ്യമുള്ള ദിനാണ്. അവര് ഇങ്ങനെ വാചികമായി കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയും. പക്ഷെ ആ കാര്യത്തെ ജീവിതത്തിലേക്ക് പകർത്തി അതൊന്ന് മെച്ചപ്പെടുത്തിയെടുക്കാൻ അതവർ ഉപയോഗിക്കുന്നില്ല. അവർക്ക് അവർ ചെയ്യുന്ന കാര്യത്തിൽ ഓവർ കോൺഫിഡൻസ് ആണ്. ഞാൻ കുറെയൊക്കെ ചെയ്യുന്നുണ്ട്, ചുറ്റുഭാഗത്ത് നോക്കുമ്പോൾ അവനേക്കാളും ഇവനേക്കാളൊക്കെ ഞാനാണ് ബെറ്റർ, ഓളെക്കാളും ഒക്കെ കുറെ കൂടെ ചെയ്യുന്നത് ഞാനാണ് എന്ന ബോധം നമ്മളെ തളച്ചിടുണ്ടെങ്കിൽ നഷ്ടക്കാരാണ്. അതുപോലെ തന്നെ 2ന്റെയും മധ്യേ തീരെ അതിനുവേണ്ടി ഉത്സാഹപ്പെടാതിരിക്കുക, വാക്ക് മാത്രം, സംസാരങ്ങൾ മാത്രം. കൂടിയിരുന്നാലൊക്കെ റമളാന്റെ പ്രത്യേകതയും ശ്രേഷ്ഠതയും ഒക്കെ വാതോരാതെ സംസാരിക്കും. പെട്ടെന്ന് പോകുന്ന സമയത്തെക്കുറിച്ച് അവർക്ക് വിലാപമുണ്ട്. മുസല്ലയിലെത്തിയ കുറച്ചുനേരം പ്രാർത്ഥിക്കാൻ അവർക്ക് സമയമില്ല. ഒരു ജുസെങ്കിലും ഖുർആൻ പാരായണം ചെയ്യാൻ അവർക്ക് സമയമില്ല. ഈ റമളാനിൽ പോലും ഖുർആനിന്റെ അർത്ഥമനുസരിച്ച് മനസ്സിലാക്കി ആ ഖുർആനിന്റെ ആയത്തുകളെ കുറിച്ച് ഉറ്റാലോചിക്കാൻ അവർ പരിശ്രമിക്കുന്നുമില്ല. എങ്കിൽ ആ വികാരത്തെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നേരെ തിരിച്ചും ഞാൻ കുറെ ചെയ്തിട്ടൊക്കെ ഉണ്ട് എന്നൊരാൾ വിചാരിച്ചാൽ അവിടെ അവന്റെ പതനം തുടങ്ങും. ഞാനായി എന്ന് കരുതിയാൽ പിന്നൊന്നും ചെയ്യാനില്ല എന്നാണല്ലോ അതിന്റെ അർത്ഥം. അങ്ങനെ വിശ്വാസിക്ക് ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ ഈ റജാവും ഖൗഫും ചേർന്ന വികാരമാണ് സ്വർഗത്തിലേക്ക് നയിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നമുക്കുണ്ടാകേണ്ടത് അതാണ്. ഒരു ദിവസവും ഒരു 10ഉം ഓരോ മണിക്കൂറുകളൊക്കെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് അതാണ്. സലഫുകൾ നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യമുണ്ട്. അസ്ഹാബുൽ ഖുബൂർ, ഖബറിൽ കിടക്കുന്ന ആളുകളോട് പറയാണ്, തമന്നൗ, നിങ്ങൾ ആഗ്രഹിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവർ റമളാനിൽ നിന്ന് ഒരു ദിവസം, യൗമൻ മിൻ റമളാൻ, റമളാനിൽ നിന്നുള്ള ഒരു ദിവസത്തെ ആയിരിക്കും അവർ കൊതിക്കുക. കാരണം അത്രയേറെ പവിത്രമാണ്, അത്രയേറെ അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സമയമാണ്. ആ സമയമാണ് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. മതിയായ പരിഗണന നൽകി അതിനെ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ എപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ നമ്മുടെ സ്വതക്കളുടെ വിഷയത്തിൽ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാകണം. എല്ലാ ദിവസവും കുറച്ച് സംഖ്യ ഇങ്ങനെ ഈ അർത്ഥത്തിൽ സ്വതക്ക കൊടുക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം നല്ല കുറച്ച് സംഖ്യകൾ നമ്മൾ കൊടുക്കേണ്ടത് അത് ജാരിയായി നമുക്ക് ലഭിക്കുന്ന ഒരുപാട് ആളുകൾക്ക് നന്മ ഒരു അതിന് ഉപകാരം കിട്ടുന്ന കാര്യങ്ങളിലേക്ക്, അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ സ്വതക്കയെ വലിയ സംഖ്യകൾ അങ്ങനെ കൊടുക്കാനും നമ്മളോട് ചോദിച്ചു വരുന്നവരോടും അല്ലാത്തവർക്കും ഒക്കെയായി ദിനേന ചെറിയ വിഹിതം, ചെറുതുമതി. വലിയ കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കില്ല, വലിയ എമൗണ്ടിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. പക്ഷെ ചെറുതെങ്കിലും ഒരു വിഹിതം എല്ലാ റമളാൻ എല്ലാ രാത്രിയിലും ദിവസങ്ങളിലൊക്കെ കൊടുക്കാനുള്ള ഒരു നിലക്കുള്ള ചിന്തയും ഓറിയന്റേഷനുമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു ഖുത്ബയിൽ നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ ജാമിഅൽ ഹിന്ദ് എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനം, അത് ഈ റമളാനിലാണ് അതിന്റെ കളക്ഷൻ എടുക്കുക. അൽഹംദുലില്ലാഹ് അവിടുന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഇന്ന് മലയാളികൾ ഉള്ള ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളായി മാറി പഠിച്ച് ആ നിലക്ക് പ്രബോധന രംഗത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ഇൻഷാ അല്ലാഹ് അതിന് ആ നിലക്കുള്ള വളർച്ച ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകളിൽ ഉണ്ടാകണം. ഒപ്പം ഈ ജാരിയായ സ്വതക്കയിലേക്ക് നമ്മുടെ നല്ലൊരു വിഹിതം കരുതി വെക്കണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പള്ളി ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് ഈ റമദാൻ കഴിയുമ്പോഴൊക്കെ നമുക്ക് കഴിയുന്ന നല്ലൊരു വിഹിതം ആ നിലക്ക് ഏൽപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പരിശ്രമങ്ങളെയും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ നിന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടുപുറത്തും മാപ്പാക്കി തന്ന റഹ്മാനെ. അല്ലാഹുവേ, റമളാനിന്റെ ഓരോ രാത്രിയിലും നരകമോചനം നൽകുന്ന
നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു രാത്രിയിൽ ഈ ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഭയാനകരമായ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവെ, പ്രവാചകന്മാരുടെ ശുദ്ധീകങ്ങളുടെ ശുഹദാക്കളുടെ കൂടെ സ്വർഗീയ അനുഭൂതി ആസ്വദിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശനം സാധ്യമാകുന്ന നോമ്പുകാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഈ നല്ല ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ നിന്ന് നീ അത്തരം നമ്മുടെ സഹോദരങ്ങളുടെയൊക്കെ പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ഒരു സഹോദരി പ്രത്യേകം പരാമർശിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. രോഗം കൊണ്ട് അലസപ്പെടുന്നവർ ഇപ്പോ കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയാണ് ഉള്ളത്. അള്ളാഹു അവരടക്കമുള്ള എല്ലാ രോഗികൾക്കും ശിഫ പ്രദാനം ചെയ്യണം റഹ്മാനെ. പരീക്ഷണങ്ങളെ ഈമാനോടെ സബറോടെ നേരിടാൻ അവർക്കും ഞങ്ങൾക്കുമൊക്കെ നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഇനിയും ഒരുപാട് റമളാനുകളെ സ്വീകരിക്കാനും ആഫിയത്തോടുകൂടെ സജീവമായി ഇടപെടാനുമൊക്കെ നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്ർനാ വലിവാലിദീന മിനൻ നാർ. ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين.